കോഴിക്കോട് പശുക്കടവിൽ ചൂളപ്പറമ്പിൽ ബോബി എന്ന വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് അന്വേഷണം വൈകുന്നുവെന്നും വ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും പോലീസ് നടപടി വൈകിപ്പിക്കുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത്. തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏകദേശം ഒരു 12:15 മൃതദേഹം മേലെ കാണുന്നത്. ആ സമയത്ത് കൃത്യമായി ആ സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ മൃതദേഹം കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു ഷോക്കേറ്റ് മരിച്ച ആളുകൾ ഒന്നുകണ്ട് പടച്ച് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സ്ത്രീ കിടക്കുമ്പോൾ അവരുപയോഗിച്ച ഡ്രസ്സ്, അവരുടെ ചുരിദാറിന് കൂടെ ഇട്ടിട്ടുള്ള ജുബ്ബ വളരെ കൃത്യമായി ഒരാളെ കുളിപ്പിച്ച് കിടത്തിയതുപോലെ ആ രൂപത്തിലാണ് കണ്ടിട്ടുള്ളത്. അത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് ആരോ ഒരാൾ മരണം നേരത്തെ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് മറ്റ് തെളിവുകളെല്ലാം നശിപ്പിച്ചതിന് ശേഷം ഇവരെ എടുത്തു കടത്തിയതായിരിക്കും എന്ന രൂപത്തിൽ ഒരു സംശയമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യവും രംഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് ഉണ്ട്. രതീഷ്, ഈ പ്രസിഡന്റ് സജിത്ത് പറയുന്നത് എന്തൊക്കെയാണ്? ഈ കേസിൽ അധികൃതർ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? അതിന് വലിയ ആരോപണങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത്ത് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. കാരണം ആ സമയത്ത്, ഈ വിഷയം ഉണ്ടായ സമയത്ത് സജിത്ത് ഉൾപ്പെടെയാണ് മരുതോങ്കരയിൽ ഈ പശുക്കടവിലെയും മുഖത്ത് കോങ്ങാട് മലയിൽ തെരച്ചിലിന് പോയത്. ആ സമയത്ത് തന്നെ അസ്വാഭാവികമായി ആണ് മൃതദേഹം കടന്നിരുന്നത്. പശു ചത്തുകിടക്കുന്നതിന് സമീപത്തായി വളരെ സ്വാഭാവികമായി മറ്റ് പരിക്കുകളൊന്നുമില്ലാതെ ആ രീതിയിലായിരുന്നു ബോബിയുടെ കിടത്തം. അത് തന്നെ അസ്വാഭാവികത ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആരോപിക്കുന്നത് ഈ പ്രദേശത്ത് മൃഗവേട്ട നടത്താൻ ഇത്തരത്തിൽ വൈദ്യുതി ചെലവഴിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ ഏതോ ഒരു സംഘം ഇത്തരത്തിൽ ഈ വിവരം അറിയുകയും തുടർന്ന് ഈ ഷോക്കേറ്റ് മരിച്ച ബോബിയെ മാറ്റി കിടത്തി എന്നുപോലും സംശയിക്കത്തക്ക തരത്തിലുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും പരിഗണിക്കാതെയാണ് പോലീസ് ഇപ്പോൾ പെരുമാറുന്നത്. സ്വാഭാവികമായി പോലും സംശയങ്ങൾ പോലും ഉന്നയിക്കാതെയാണ് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. ആ പ്രദേശത്തെ ഇത്തരത്തിൽ വൈദ്യുതി കെണി വെച്ച് മൃഗവേട്ട നടത്തുന്ന നിരവധി സംഘങ്ങളുണ്ട്. ആ സംഘങ്ങൾ ഉൾപ്പെടെ കർഷകരുടെ പേരിലാണ് ഇവർ കെണിവെക്കുന്നത്. കർഷകരെ കാർഷിക പ്രതിരോധം എന്ന പേര് പറഞ്ഞ് ആണ് വെക്കുന്നത്. പക്ഷെ ഇത് കർഷകരല്ല വെക്കുന്നത്, ഇതൊരു സംഘമാണ്. അപ്പൊ ഈ സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയമുണ്ട്. ഈ സംശയം വ്യാപകമായി അന്ന് പോലീസിനോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷേ അവർ ആ രീതിയിൽ കേസിനെ പരിഗണിക്കുന്നില്ല എന്നതാണ് ആക്ഷേപം. എന്നാലും വളരെ കൃത്യമായ ആക്ഷേപമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ഇത് വ്യക്തമായി എടുത്തു കിടത്തിയ പോലെ അസ്വാഭാവിക നിലയിൽ കണ്ടെത്തി. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിശോധന കൂടി പോലീസ് നടത്തണമെന്നാണ് ഇപ്പോൾ CPM ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സർക്കാരിന്റെ പോലീസിനെതിരെ പറഞ്ഞു എന്നതുകൂടെ പ്രസക്തമാണ്. എന്തായാലും അത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമാണ് പശുക്കടവിൽ. കോഴിക്കോട് പശുക്കടവിൽ ബോബി എന്ന വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റ്. തെളിവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും പോലീസ് നടപടികൾ സ്വീകരിക്കുന്നില്ല, വേഗത്തിലാക്കുന്നില്ല എന്ന ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.